ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്ര മടിയുള്ള ആൾക്കാർക്ക് എത്ര ഉള്ളി തൊലിച്ചെടുക്കാൻ പറ്റുന്ന ഈസി ടിപ്പാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അല്ലികൾ വേർപെടുത്തി കൊടുക്കാം. കൈകൊണ്ട് നന്നായി വേർപെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഓവർ ടൈം ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, കാരണം വെളുത്തുള്ളിയുടെ രുചി മാറാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് ക്യാരി ബാഗാണ് ആവശ്യം. ഇതിലേക്ക് ഉള്ളിയെല്ലാം ഇട്ടുകൊടുത്ത് സ്റ്റീലിൻ്റെ കുട്ടൂറ്റിയോ അല്ലെങ്കിൽ ബോട്ടിലോ ഉപയോഗിച്ച് നന്നായി കുത്തി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് കുത്തി കൊടുത്താൽ തന്നെ നമുക്കിത് ഈസി ആയിട്ട് വേർപെടുത്തിയെടുക്കാൻ പറ്റും. ഈ മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ സമയത്തിൽ തന്നെ ഒരുപാട് ഉള്ളികൾ നിങ്ങൾക്ക് തൊലിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാമുള്ള വാഷിംഗ് മെഷീനിലെ ചളി എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അപ്പ സോഡയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു സോക്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം ഒരു നാരങ്ങയാണ്. നാരങ്ങ എത്ര ചെറുതാക്കാൻ കഴിയുമോ അത്രയും ചെറുതാക്കിയിട്ട് വേണം ഈ സോക്സിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ 4 കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ, ഫംഗസ് എല്ലാം വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് പോകും. നാരങ്ങ ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു റബ്ബർ ബാൻഡ് വെച്ച് നന്നായി കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഒരു റബ്ബർ ബാൻഡ് വെച്ച് നന്നായി കെട്ടിക്കൊടുക്കാം. ഇനി ഈ സോക്സ് ഞാൻ നന്നായി കെട്ടിയതിന് ശേഷം വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യാം. ഈ സോക്സ് വാഷിംഗ് മെഷീനിൽ ഇട്ട ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലുള്ള ബാഡ് സ്മെല്ലും സൈഡിൽ പറ്റി പിടിച്ചിട്ടുള്ള ചളിയും ഒക്കെ റിമൂവായി കിട്ടും.